കുറേ നേരമായിടും. ചായ കുടിച്ചാലും. ഈ ഉള്ള അറേഞ്ച് മാരേജിൽ ഇങ്ങനെ ഒരു ആണുകാണ ചടങ്ങ് എന്തായാലും നിർബന്ധമായിട്ട് വേണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇപ്പം ചായ കൊണ്ടിട്ടുണ്ടെങ്കിൽ അല്ല ആ ജ്യൂസ് കൊണ്ടുതന്ന എനിക്കത് ടെൻഷൻ ഉണ്ടായിരുന്നോ? കാത്തിരുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി എനിക്ക് ടെൻഷൻ വന്നു വെച്ചാൽ ആ ജ്യൂസ് കൈ തന്നപ്പോഴാണ് ടെൻഷൻ പറഞ്ഞത്. അത് കൈ താഴ്പ്പോന്നുള്ളൊരു ടെൻഷനായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യട്ടെ. ടെൻഷൻ ഉണ്ടോ ഞാൻ നോക്കട്ടെ. പണ്ട് എനിക്ക് അമ്മ പറയായിരുന്നു ശരിക്കും പെണ്ണുങ്ങളല്ലേ പോയി കാണണ്ടേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു തോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതിനോട് ഞാൻ ഓൾറെഡി ഇങ്ങനെ മെസ്സേജ് പറഞ്ഞു വീട്ടിലാർക്കെങ്കിലും എതിർപ്പുണ്ടാവുമോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഏജ്ഡ് ആയിട്ടുള്ളവരാരും അക്സെപ്റ്റ് ചെയ്യത്തില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ വീട്ടിൽ പറഞ്ഞപ്പം ഇതിനും ഓക്കെ പറഞ്ഞു. അതേപോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ്, ഭയങ്കര പോസിറ്റീവായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. പിന്നെ ഞാൻ വന്ന് കയറേണ്ട വീട് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു തിങ്കിങ് എല്ലാ പെൺകുട്ടികളും ഉണ്ടാവുമല്ലോ. അതേപോലെ ഞാൻ അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം അങ്ങനെ പോയി എല്ലാവരെയും കണ്ടു, വീടും കണ്ടു, സന്തോഷമായിട്ട് തിരിച്ചു വന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഇതിനിങ്ങനെ എനിക്ക് ജ്യൂസും കൊണ്ടൊക്കെ വന്നത്. അതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ജസ്റ്റ് വീട് കാണണം, എല്ലാവരും കാണണം, നാടെങ്ങനെ ഉണ്ടാവും അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ തിങ്ക് ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് ജ്യൂസും കൊണ്ട് വന്നപ്പോൾ അത് ശരിക്കും ഒരു ആണുങ്ങളെ ചടങ്ങായിട്ട്. ഇതായിട്ടല്ല, നമ്മുടെ പഴയ ഫ്രണ്ട് സർക്കിളാണെങ്കിലും അല്ലെങ്കിൽ തന്നെ കുറേ പേര് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു വീഡിയോ ആക്കി ചെയ്യാൻ കസിൻ അങ്ങനെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സാധാരണ പോലെ ആയി മാറണം. കാരണം വധുവിനെ കല്യാണത്തിന് മുമ്പേ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും പറ്റാനില്ലല്ലോ. അങ്ങനെ ഒരു ചേഞ്ച് ശരിക്കും നമ്മുടെ സമൂഹത്തിലേക്ക് വരാൻ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുക്കം മാത്രം കണ്ടാൽ പോരല്ലോ, പെണ്ണും കണ്ടിരിക്കണം വീട്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ചടങ്ങെന്നുപരി അതൊരു നോർമലായി സമൂഹത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.